നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ BJP. തിരുവനന്തപുരം നേമത്ത് രാജീവ് ചന്ദ്രശേഖരം, കഴക്കൂട്ടത്ത് വി മുരളീധരനും സീറ്റ് ഉറപ്പിച്ചു. വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രനും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും പരിഗണനയിലാണ്. ഈ മാസം 12 മുതൽ പ്രചാരണം തുടങ്ങാനാണ് ആലോചന. 24 എക്സ്ക്ലൂസീവ്. ഈ മാസം 11-നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് BJP സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുക. അമിത്ഷായുടെ വരവിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനാണ് BJPയുടെ തീരുമാനം. സംഘടനാ സ്വാധീനവും വോട്ടും വർദ്ധിച്ച 30ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാകാനാണ് BJPയുടെ ആലോചന. മത്സരിക്കണമെങ്കിൽ ജയസാധ്യതയുള്ള മണ്ഡലം വേണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടതായാണ് വിവരം. വട്ടിയൂർക്കാവോ തൃശൂരോ മത്സരിക്കാനാണ് കെ സുരേന്ദ്രന് താൽപര്യം. തൃശൂരിൽ MT രമേശും കോഴിക്കോട് നോർത്തിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ നവ്യ ഹരിദാസും സ്ഥാനാർത്ഥികളാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രന് വട്ടിയൂർക്കാവ് നൽകും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത്, കഴക്കൂട്ടം വി മുരളീധരൻ, കാട്ടാക്കട PK കൃഷ്ണദാസ് എന്നിവർ സ്ഥാനാർത്ഥികളാകും. പാലക്കാട് പ്രശാന്ത് ശിവനാണ് സാധ്യത. സാമുദായിക സമവാക്യങ്ങളും മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങളും കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരവുമായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാകുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നതിന് പാർട്ടി ആവിഷ്കരിച്ച ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സമ്പൂർണ്ണമായി പാളിയെന്ന് BJP കോർ കമ്മിറ്റി യോഗം വിലയിരുത്തി. BJP ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ ജയിച്ചത് 1.3% മാത്രം. സംസ്ഥാനത്താകെ 1926 ക്രൈസ്തവരെ BJP സ്ഥാനാർത്ഥികളാക്കിയെങ്കിലും വിജയിച്ചത് 25 പേർ മാത്രം. 6 ജില്ലകളിൽ ഒറ്റ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പോലും BJPക്ക് ജയിപ്പിക്കാനുമായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനായില്ലെന്നു മാത്രമല്ല, ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്നും BJP വിലയിരുത്തി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.